واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه نحمدك يا من أوضحت لنا سبل الهداية وأصحت عن بصائرنا غشاوة الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആനിലെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സൂറത്തുൽ അഹ്സാബിൻ്റെ പഠനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 33 വരെയുള്ള ആയത്തുകളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗം 34 മുതലുള്ള ആയത്തുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെക്കുറിച്ചും ആ ഭാര്യമാർ അവരുടെ വീടുകളിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഭക്തി കാത്തു സൂക്ഷിക്കണമെന്നും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഗൗരവത്തിൽ സംസാരിക്കണമെന്നും അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക് പല തരത്തിലുള്ള ചിന്തയുണ്ടാക്കാൻ കാരണമാകുമെന്നും ഒക്കെ അള്ളാഹു വിശദീകരിച്ചു. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക, ജാഹിലി കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രദർശനം പോലെ നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത് എന്നും നമസ്കാരവും സക്കാത്തുമൊക്കെ കൃത്യമായി നിറവേറ്റി അള്ളാഹുവിനെ വേണ്ട പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടി അവരുടെ മാലിന്യങ്ങൾ നീക്കിക്കളയുവാനും ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. 34 മുതലുള്ള ആയത്തുകൾ മുകളിൽ നമ്മൾ ഓതി കേട്ടിട്ടുണ്ട്. പ്രസ്തുത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ വദ്കുർന, നിങ്ങൾ ഓർക്കുകയും ചെയ്യുക അഥവാ സ്മരിക്കുക, മാ യുത്തില, ഓതി കേൾപ്പിക്കപ്പെടുന്നത് അഥവാ പാരായണം ചെയ്യപ്പെടുന്നത്, ഫീ ബുയൂത്തി കുന്ന, നിങ്ങളുടെ വീടുകളിൽ, മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ട്, വൽ ഹിക്മത്തി, വിജ്ഞാനമായും, ഇന്നല്ലാഹ, നിശ്ചയമായും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല, ഖാന, ആ അള്ളാഹു ആകുന്നു, ലത്തീഫൻ, നിഗൂഢജ്ഞൻ, സൗമ്യശീലൻ, ഖബീറ, സൂക്ഷ്മജ്ഞനുമാകുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ ആയത്തിൽ പറയുന്നത്? അള്ളാഹുവിൻ്റെ ആയത്തുകളായും വിജ്ഞാനമായും നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്നതിനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും അള്ളാഹു നിഗൂഢജ്ഞാനമുള്ളവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ വളരെ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്ന കാര്യം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരുടെ വലിയ ഒരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിക വചനങ്ങളും അല്ലാത്തതുമായ ദൈവിക സന്ദേശങ്ങൾ അഥവാ വഹീയുകൾ സാധാരണ ലഭിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യങ്ങളിൽ അവ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അഥവാ പ്രബോധനം ചെയ്യുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. സ്വഹാബത്തിന് അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാൽ ഇതിനു പുറമെ അവിടുത്തെ പ്രവാചകൻ്റെ നാവ് കൊണ്ട് പുറത്തു വരുന്ന വിജ്ഞാന മൊഴികൾ വേറെയുമുണ്ട്. ഹദീസുകൾ എന്ന നിലക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം മിക്കപ്പോഴും സംഭവിക്കുന്നത് അവിടുത്തെ വീടുകളിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ വീടുകളിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുനിയാവിൽ കിട്ടിയ മഹാഭാഗ്യമാണത്, സൗഭാഗ്യമാണ്. പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ട് കേൾക്കാനും അത് ഗ്രഹിക്കാനും മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരെക്കാൾ ഭാഗ്യം സിദ്ധിച്ചവർ ലോകത്ത് ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് അവർ സത്യവിശ്വാസികളുടെ മാതാക്കളും മാതൃകാ വനിതകളുമാണ് എന്ന് നമുക്ക് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഹൃദയത്തിൽ വക്രതയുള്ള വിരോധികൾ എന്തു പറഞ്ഞാലും നമ്മുടെ മാതാക്കൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റിയവരാണ്. പ്രവാചകന്റെ പത്നിമാരെ മോശമായി പറയുന്ന ചില വിഭാഗങ്ങളൊക്കെ ലോകത്ത് കാണാൻ കഴിയും. ഷിയാക്കളെ പോലെയുള്ള ആളുകൾ, അതിൽ ചില ഉഗ്രവാദികളായ ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തു പറഞ്ഞാലും ശരി, നമ്മുടെ മാതാക്കൾ അഥവാ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇതാണ് ഈ ആയത്തിൻ്റെ ഈ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതാണ് അള്ളാഹു പറഞ്ഞത്. ഹിക്മത്തും കൂടിയുണ്ട്. അള്ളാഹു ചില വാക്കുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് വഹീ മൂലം ഇൻഹുവ ഇല്ല വഹീഹ, പ്രവാചകൻ വഹീ കൊണ്ടല്ല സംസാരിക്കുകയില്ല. അപ്പോൾ അത് ഖുർആൻ മാത്രമല്ല, ചില തത്വജ്ഞാനങ്ങൾ, ചില ഹിക്മത്തുകളുമുണ്ട്. മാത്രവുമല്ല പുത്തൻ വാദങ്ങളും അതിനുള്ള മറുപടിയും കൂടി ഇതിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അല്ലാതെ റിസാലത്തിൻ്റെ വഹി അഥവാ ഹദീസുകൾ സ്വീകരിക്കാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് പാടില്ല. അഥവാ പ്രവാചകൻ മലക്ക് മുഖേനയുള്ള വഹിയോ അല്ലെങ്കിൽ പ്രവാചകന് ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു വഹി ലഭിച്ചിട്ടില്ലെന്നും ബാക്കിയെല്ലാം കേവലം ഇൽഹാം അന്തർബോധം മാത്രമാണെന്നും അതിൽ തെറ്റും ശരിയും ഉണ്ടാകുമെന്നുമുള്ള ചില പുത്തൻ യുക്തിവാദങ്ങൾ നമ്മുടെ നാട്ടിലും ചില സംഘടനകളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആസൂത്രണം ചെയ്ത ഇത്തരം വാദങ്ങൾ തികച്ചും അബദ്ധജടിലമാണ് എന്നുകൂടി ഖുർആൻ്റെ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ഇവിടെ കിതാബ്, ഹിക്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് ജനങ്ങളെ കേൾപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ മാത്രമല്ല എന്നും വിജ്ഞാനമാകുന്ന ഹിക്മത്ത് കൂടിയാണ് എന്ന് ഖുർആനിലെ പല സൂറത്തുകളിലും ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ നിസായിലെ 113 ആയത്തിലും സൂറത്തുൽ ബഖറയുടെ 231 ആയത്തിലുമൊക്കെ അള്ളാഹു അത് വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. എന്താണ് അള്ളാഹു വ്യക്തമാക്കുന്നത്? പ്രധാനമായും 3 കാര്യങ്ങൾ. ഒന്ന്, പാരായണത്തിലും സതുപദേശത്തിലും അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് പുറമെ ഹിക്മത്തിനും പങ്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദഗ്രന്ഥം മാത്രമല്ല, അതിന് പുറമെ ഹിക്മത്തും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. സത്യവിശ്വാസികൾ വേദഗ്രന്ഥത്തോടൊപ്പം ഹിക്മത്തും സ്വീകരിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സൂറത്തുൽ മാഇദയിൽ 67 ആയത്തിൽ അള്ളാഹു നൽകിയ കാര്യങ്ങളും അതാണ്. ഖുർആനും ഹിക്മത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചാലേ പ്രവാചകന്റെ റിസാലത്ത്, പ്രവാചകന്റെ ആ ദൗത്യ നിർവഹണം പൂർത്തിയാകൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഹിക്മത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിജ്ഞാനം, യുക്തി, തത്വജ്ഞാനം എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പുറമെ ലഭിക്കുന്ന എല്ലാ ജ്ഞാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. തഫ്സീറുകൾ ഇതിൻ്റെ വിവക്ഷ പ്രവാചകന്റെ തിരുചര്യകളും വചനങ്ങളുമാകുന്ന സുന്നത്ത് അഥവാ ഹദീസ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. സൂറത്തുൽ ജുമഅയുടെ 2-ാമത്തെ ആയത്തിലും അത് കൂടുതൽ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഖുർആനും ഹിക്മത്തും അള്ളാഹു അങ്ങനെയാണ് ആ സമൂഹത്തെ സംസ്കരിച്ച് ഏറ്റവും ഉത്തമമായൊരു സമൂഹമാക്കി മാറ്റിയത് എന്ന നിലക്ക് വിശദീകരിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഇതൊക്കെ അമാനുമൗലവിയുടെ ആ വിശദീകരണത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കമാണ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ളത്.
അത് ആ നിലക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ആയത്തുകളിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കുറിച്ച് സംബന്ധിച്ച് പല കാര്യങ്ങളും വിശദീകരിച്ചതിൻ്റെ അവസാനം മൊത്തത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും സംബന്ധിച്ച ചില കാര്യങ്ങളാണ് അടുത്ത വചനത്തിലൂടെ അഥവാ 35-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നതായി നമുക്ക് കാണുന്നത്. ഇതുവരെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നബിയുടെ പത്നിമാരല്ലാത്ത സ്ത്രീകൾക്ക് തങ്ങളെപ്പറ്റിയും ഖുർആൻ പ്രസ്താവിച്ചത് കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ നബിയുടെ പത്നിമാരെ കുറിച്ച് മാത്രമാണ് ഇതുവരെയുള്ള ചില ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിച്ചത്. ലോകത്തുള്ള വിശ്വാസികൾക്കെല്ലാമുള്ള സന്ദേശങ്ങളാണെങ്കിലും അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്നാൽ ഖുർആനിൽ ഇതുപോലെ അവരെക്കുറിച്ചും വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുക സ്വാഭാവികമായതുകൊണ്ട് തന്നെ ഖുർആനിലെ അടുത്ത വചനം എന്ന് പറയുന്നത് സ്ത്രീകളെയും പുരുഷനെയും ഒരുപോലെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ സുപ്രധാനമായ ചില സന്ദേശങ്ങളാണ് അടുത്ത വചനത്തിലുള്ളത്. നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. 35-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ: ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാതി വസ്സായിമീന വസ്സായിമാതി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത് والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. വളരെ മനോഹരമായ അല്പം ദൈർഘ്യമുള്ള ഒരായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്തായിട്ട് വചനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്നൽ മുസ്ലിമീന, നിശ്ചയമായും മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുള്ള ഒരു പുരുഷനെയാണ് അവിടെ പറയുന്നത്. ഇന്നൽ മുസ്ലിമീന, അത്തരം പുരുഷന്മാരും, വൽ മുസ്ലിമാതി, അത്തരം മുസ്ലിം സ്ത്രീകളും, വൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ പുരുഷന്മാരും, വൽ മുഅ്മിനാതി, മുഅ്മിനീങ്ങളായ സ്ത്രീകളും, വൽ ഖാനിതീന, ഭക്തന്മാരായ പുരുഷന്മാരും, വൽ ഖാനിത്വാതി, ഭക്തന്മാരായ സ്ത്രീകളും, ഭക്തിയുള്ള സ്ത്രീകളും, വസ്വാദിഖീന, സത്യവാന്മാരും, വസ്വാദിഖാതി, സത്യവതികളും, വസ്വാബിരീന, ക്ഷമാശീലരും സഹനശീലരും, വസ്വാബിറാത്തി, ക്ഷമാശീലരായ സ്ത്രീകളും, വൽ ഖാശിഈന, ഭയപ്പെടുന്ന പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പുരുഷന്മാരും, വൽ ഖാശിആത്തി, അങ്ങനെ ഭയപ്പെടുന്ന സ്ത്രീകളും, വൽ മുത്തസദ്ദിഖീന, ദാനധർമ്മം കൊടുക്കുന്ന പുരുഷന്മാരും, വൽ മുത്തസദ്ദിഖാത്തി, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും വനിതകളും, വസ്വാബിരീന വസ്വായിമീന, നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും, വസ്വായിമാത്തി, നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീകളും, വൽ ഹാഫിളീന, അഥവാ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാക്കുന്ന സുരക്ഷിതമാക്കുന്ന പുരുഷന്മാരും, ഫുറൂജഹും, തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, വൽ ഹാഫിളാത്തി, അത്തരം സ്ത്രീകളും, വദാകിരീൻ അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും, കസീറൻ, ധാരാളം, വളരെ കൂടുതൽ, വദാകിറാത്തി, അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളും, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരും, അള്ളാഹു ഒരുക്കിയിരിക്കുന്നു ലഹും, അവർക്ക്, മഹ്ഫിറത്തൻ, പാപമോചനത്തെ, വഅജ്റൻ, പ്രതിഫലവും, അളീമ, വമ്പിച്ച മഹത്തായ പ്രതിഫലവും അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിൻ്റെ ആശയം ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയാൽ നിശ്ചയമായും മുസ്ലിം പുരുഷന്മാരും, അള്ളാഹുവിന് കീഴൊതുങ്ങിയ പുരുഷന്മാരും സ്ത്രീകളും, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, ഭക്തന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും, സത്യവാന്മാരായ പുരുഷന്മാരും സ്ത്രീകളും, ക്ഷമാശീലരായ പുരുഷന്മാരും സ്ത്രീകളും, ഭയപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും, ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, അള്ളാഹുവിന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഇവർക്കെല്ലാവർക്കും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ പറഞ്ഞതുപോലെ
പ്രവാചകന്റെ പത്നിമാർക്ക് പാലിക്കേണ്ട നിയമങ്ങളും അവർക്കുള്ള പ്രതിബന്ധങ്ങളും മാത്രമാണല്ലോ കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായിട്ട് പറയുന്നത്, എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് കേട്ടപ്പോൾ അവർക്ക് മാത്രമല്ല എല്ലാവർക്കുമാണെങ്കിൽ പോലും പ്രത്യേകം എടുത്തു പറഞ്ഞത് നബിയുടെ പത്നിമാരെ വിളിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായി മദീനയിലെ മറ്റു മുസ്ലിം സ്ത്രീകൾക്കൊരാഗ്രഹം ഉണ്ടായി, ഞങ്ങളെക്കുറിച്ചും പ്രത്യേകം പരാമർശിക്കുന്ന ഖുറാനിക വചനങ്ങൾ ഉണ്ടാകുമോ എന്ന്. ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആയത്ത് അവതരിക്കുന്നത്. സ്ത്രീകളുടെ സംശയവും വചനത്തിൻ്റെ അവതരണവും ഭൂരിഭാഗ കൽപ്പനകളും പൊതുവായ രൂപത്തിലോ പുല്ലിംഗ സർവനാമങ്ങൾ ഉപയോഗിച്ചോ ആണ് കാണപ്പെടാറുള്ളത് സാധാരണഗതിയിൽ. അതിനാൽ തങ്ങൾക്കും പുരുഷന്മാരെ പോലെ തുല്യ പരിഗണന ഉണ്ടോ എന്നറിയാൻ ചില വനിതകൾ നബിയോട് വന്ന് ചോദിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനെ ചോദിച്ച് പ്രമുഖരായ 2 വനിതകൾ, സഹാബി വനിതകളെ കുറിച്ച് നമുക്കിവിടെ കാണാം. അൻസാരി വനിതയായ ഉമ്മു ഇമാറ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചതായി നമ്മൾ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വചനം അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്നതായി കാണുന്നത്. മുപ്പത്തി 5-ാമത്തെ വചനം, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ സ്വർഗം അല്ലാഹു മഹ്ഫിറത്ത് പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല ദീനി കാര്യങ്ങൾ പഠിക്കാനും തങ്ങൾക്ക് പരലോകത്തേക്കുള്ള പദവികളെ കുറിച്ച് അറിയാനുമുള്ള സ്വഹാബി വനിതകളുടെ ആഗ്രഹവും താല്പര്യവും കൂടി ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലമായ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആകുലപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ തലമുറയിൽ ഇവരുടെ ജീവിതം വലിയൊരു പാഠമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരേ പരിഗണനയാണുള്ളത് എന്ന വലിയൊരു സന്ദേശം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഇസ്ലാം, ഈമാൻ എന്നീ പദങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന അതിപ്രധാനമായ ഭാഗം കൂടിയാണ് ഈ വചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആയത്തിൽ എടുത്തു പറഞ്ഞ 10 ഉത്തമമായ ഗുണങ്ങളുള്ള വിശ്വാസികൾക്ക് നോമ്പെടുക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത്, ദിക്ർ ചെയ്യുന്നത്, കാത്തു സൂക്ഷിക്കുന്നത്, അങ്ങനെ തുടങ്ങി മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ ഇബാദത്ത് ചെയ്യുന്ന, നോമ്പെടുക്കുന്ന, അങ്ങനെയുള്ള പുരുഷന്മാരും സ്ത്രീകളുമുള്ള അങ്ങനെ 10ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരം ആളുകൾക്ക് അവർക്ക് പരലോകത്ത് വരാനിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം, വമ്പിച്ച പ്രതിഫലങ്ങൾ, മേൽപ്പറഞ്ഞ സൽഗുണങ്ങൾക്കുള്ള അവരാരാകട്ടെ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്കുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, റബ്ബ് പുറത്തു കൊടുക്കും, വമ്പിച്ച പ്രതിഫലം നൽകും എന്ന വാഗ്ദാനങ്ങൾ, ഈ പ്രതിഫലങ്ങൾ അള്ളാഹു ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത, ഇതൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സൂറത്ത് ആൽ ഇംറാനിലെ 195-ാമത്തെ ആയത്തിൽ മനുമലവി അത് കൊടുക്കുന്നുണ്ട്. വസ്തജാബ ലഹും റബ്ബുഹും എന്ന് വചനം. അന്നി ലാ ഉളീഹു അമല ആമിലിൻ മിൻകും മിൻ ദക്രിൻ ഔ ഉൻസ. അപ്പോൾ അവരുടെ റബ്ബ് അവർക്ക് മറുപടി നൽകുന്നതാണ്. ആളാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളിൽ നിന്ന് കർമ്മം ചെയ്ത ഒരാളുടെ കർമ്മവും ഞാൻ പാഴാക്കി കളയുകയില്ല. അന്നി ലാ ഉളീഉ, അതൊരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, പാഴാക്കി കളയില്ല. മുസ്ലിം, മുഅ്മിൻ എന്ന പദങ്ങൾ, അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കുക വഴി അള്ളാഹുവിന് കീഴ്പ്പെട്ട് അനുസരണം കാണിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം സത്യവിശ്വാസം സ്വീകരിച്ചവൻ, ഹൃദയത്തിൽ വിശ്വാസം ഉറച്ചവൻ എന്ന അർത്ഥത്തിലാണ്. ഇസ്ലാമും ഈമാനും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ വാക്കുകളിൽ ഒരേ ഉദ്ദേശത്തിൽ പ്രയോഗിക്കാറുണ്ടെങ്കിലും ഇസ്ലാമില്ലാത്ത ഈമാൻ കൊണ്ടോ ഈമാൻ ഇല്ലാത്ത ഇസ്ലാം കൊണ്ടോ പരലോകത്ത് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ശരിയായ ഈമാൻ ഉണ്ടെങ്കിൽ അവിടെ ഇസ്ലാം അനുഷ്ഠാനങ്ങൾ ഉണ്ടാകാതിരിക്കാനും സാധ്യതയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈമാൻ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാതെ പുറത്തേക്ക് മാത്രം ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ കാണിച്ചു ജീവിക്കുന്നവരെ അള്ളാഹു മുനാഫിക്കുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസം ഹൃദയത്തിലില്ല, പുറത്ത് നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് നടക്കും, അവരെ കപട വിശ്വാസികൾ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹൃദയവും പ്രവൃത്തിയുമൊക്കെ
ശുദ്ധമായിരിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും മഹത്തായ പ്രതിഫലത്തിന് അർഹരാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10ഓളം ഗുണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. ഇതാണ്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.